ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റവ കേസരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ നോക്കുന്നതിന് മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഈ പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2-3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഞാൻ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനി ഈ നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആദ്യം നമുക്ക് കേസരിയിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കും കണക്കൊന്നുമില്ല കേട്ടോ, നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റിയതിന് ശേഷം മുന്തിരി ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി മുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ തന്നെ ഈ മുന്തിരി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് സമയം നമ്മൾ ഈ മുന്തിരി ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ മുന്തിരി നന്നായിട്ട് വീർത്ത് വരും. അതുവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതും പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം പാനിൽ തന്നെ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ നമ്മൾ വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും എന്തായാലും നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ റവ നന്നായിട്ട് മൂത്തിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരാനായിട്ട് തുടങ്ങും. പിന്നെ അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറാനും തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്ക് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ റവ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിലാണ് നമ്മൾ റവ വേവിച്ചെടുക്കുന്നത്. നമ്മളിപ്പോൾ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് റവ എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ കേസരി എന്ന് പറയുമ്പോൾ റവ ഉപ്പുമാവിനേക്കാളും കുറച്ചും കൂടി അയഞ്ഞ രീതിയിലാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് റവ എടുക്കുമ്പോൾ 1/4 കപ്പും 2 ടേബിൾ സ്പൂണും വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേസരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മളിതിൽ പാല് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ പാല് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താലും മതി. ഇനി ഇത് ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ റവ വേഗം തന്നെ കുറുകി വരും. അപ്പോൾ പിന്നെ കട്ടകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ മധുരത്തിൻ്റെ അളവ് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് ഉരുകിയതിന് ശേഷം ഈ പഞ്ചസാരയും റവയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് കേസരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർക്കണം നിർബന്ധമില്ല, നമുക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുങ്കുമപ്പൂവ് കുറച്ച് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് കേസരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇനി ഈ സമയത്ത് നമുക്കിതിൽ കട്ടകളുള്ളതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് കട്ടകളൊന്ന് ഉടച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഈ നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ കേസരിക്ക് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നെയ്യിൻ്റെ അളവ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നെയ്യ് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേസരി നല്ല സോഫ്റ്റായിട്ട് വരിക. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇത് ഒരുപാട് ഡ്രൈ ആയിട്ടുമില്ല, എന്നാൽ വല്ലാതെ അങ്ങോട്ട് ലൂസായിട്ടുമില്ല, ആ ഒരു രീതിയിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചൂടാറിയതിന് ശേഷം ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നെയ്യ് പുരട്ടിയിട്ടുള്ളൊരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്